നമ്മളുടെ നാട്ടിൽ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ള ചില മരുന്ന് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളിൽ കുറേ പേര് അത്തരത്തിലുള്ള മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട്. കാരണം കുറേ ഡോക്ടർമാർ അത്തരത്തിലുള്ള മരുന്നുകൾ എഴുതുന്നുണ്ട്. ഫാർമസിയിൽ അങ്ങനത്തെ മരുന്ന് സൂക്ഷിക്കാൻ പാടില്ല എന്നാണെങ്കിലും അത് അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഫാർമസി ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ഫാർമസീസിലും അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. എല്ലാവർക്കും ഡോഫുഡിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് തുടങ്ങാം. 2023 ജൂൺ മാസത്തിലാണ് ഗവൺമെൻറ് ചില മരുന്നുകൾ ബാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മരുന്നുകളെല്ലാം ഫിക്സഡ് ഡോസ് കോമ്പിനേഷനാണ്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷനും സാധാരണ ഒരൊറ്റ മരുന്ന് മാത്രം കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തരത്തിലുള്ള ടാബ്ലറ്റിലോ സിറപ്പിലോ പലതരത്തിലുള്ള മരുന്നുകളുണ്ടാകും. ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള മരുന്നുകളുണ്ടാകും. അതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ഡോസിൻ്റെ കോമ്പിനേഷനാണ്. FDC എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ കോമ്പിനേഷൻസിനെയാണ് ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ആ കോമ്പിനേഷനിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മരുന്നിനെയല്ല. ഇനി എന്തിനാണ് ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ കോമ്പിനേഷൻ രൂപത്തിൽ കിട്ടുന്ന മരുന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും ബെനിഫിറ്റിനേക്കാളും റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ഈ ബാൻ ചെയ്ത മരുന്നുകളിൽ സാധാരണ ഇൻഫെക്ഷന് കഴിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടുന്നുണ്ട്. പനി വന്നാൽ കഴിക്കുന്ന മരുന്നുകളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ളത് കഫ് സിറപ്പാണ്. 14 ഇത്തരത്തിലുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ആണ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ബാൻ ചെയ്തത്. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല, റിസ്ക് കൂടുന്നത് കാരണം കൊണ്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ബാൻ ചെയ്തിട്ടുള്ളത്. US-ലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പണ്ട് തൊട്ടേ ബാൻ ചെയ്തിട്ടുള്ള ചില മരുന്നുകൾ ഇപ്പോഴും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതൊന്നും ബാൻ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ഏതാണെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇനിയും ബാൻ ചെയ്യാത്തതെന്നും ഇനി എന്നാണ് ബാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോയുടെ വിഷയമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഓൾറെഡി ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ബാൻ ചെയ്തിട്ടുള്ള കാര്യം ഡോക്ടർമാർക്ക് അറിയില്ല, ഫാർമസിസ്റ്റിന് അറിയില്ല. ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്ന ആർക്കും ഈ മരുന്ന് ബാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയാതെയാണ് അവർ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ലിവർ ടോക്സിസിറ്റി ആവാം, കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, ഗ്യാസ്ട്രൈറ്റിസ് ആവാം. ചില തരത്തിലുള്ള മരുന്നുകൾക്ക് ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക്കും ഉണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ന്യൂസിൽ മറ്റൊരു ആർട്ടിക്കിളും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന കഫ് സിറപ്പ് കുടിച്ചിട്ട് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ കുറേ ചെറിയ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കഫ് സിറപ്പിലും ഇത്തരത്തിലുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഓഫ് 1940 സെക്ഷൻ 26A പ്രകാരം 14 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇനി ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിൽ ബാൻ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉൽപ്പാദിക്കാൻ പാടില്ല. സെയിലിൽ ബാൻ ഉണ്ട്. അതായത് വിൽക്കാൻ പാടില്ല. ഡിസ്ട്രിബ്യൂഷനിലും ബാൻ ഉണ്ട്. അതായത് ഫാർമസി, ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു രീതിയിലും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പാടുള്ളതല്ല. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ബാൻ കൊണ്ടുവരുന്നത്. 2016-ലും 2018-ലും ഇതേപോലെ കുറേ മരുന്നുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 344 മരുന്നുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ 344-ൽ ഉൾപ്പെട്ടിട്ടുള്ള 14 മരുന്നുകളുടെ കോമ്പിനേഷനാണ് 2023-ൽ വീണ്ടും ബാൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും കൂടി പറയാം. ഗവൺമെൻറ് ബാൻ ചെയ്യാനുള്ളത് ചെയ്തു. മരുന്നുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ആ മരുന്നിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് പല പോപ്പുലർ ആയിട്ടുള്ള ഓൺലൈൻ ഫാർമസീസിൽ അവൈലബിൾ ആവുന്നത് കാണാം. മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല. അത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലോക്കൽ ഫാർമസിയിലാവാം, സാധാരണ മരുന്ന് ഷോപ്പുകളാവാം, ചില ഹോസ്പിറ്റൽസിൽ പോലും ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരും ഇത്തരത്തിലുള്ള മരുന്നുകൾ ബാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിവില്ലാതെ ഈ മരുന്നുകൾ ഇപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഇത്തരത്തിലുള്ള മരുന്ന് വാങ്ങിക്കുന്നത് കുറയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മരുന്നും വാങ്ങിക്കുന്നതിന് മുമ്പേ ഇത് ബാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കും സംരക്ഷിക്കാം. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ കുട്ടികൾക്കോ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഡോക്ടർമാർ എഴുതി തന്ന മരുന്നുകളാണെങ്കിലും ആ മരുന്നിൻ്റെ ലേബിൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആ മരുന്നിൽ എന്തൊക്കെ തരത്തിലുള്ള മറ്റ് മരുന്നുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നാണോ, ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകളാണോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഡോക്ടർമാരെ എഴുതിയിട്ടില്ലെങ്കിലും നമ്മളുടെ നാട്ടിൽ മരുന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഫാർമസിയിൽ പോയിട്ട് ചുമേൻ്റെ മരുന്ന്, വേദനയുടെ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മരുന്നുകളും കിട്ടും.
ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റിസ്ക് കുറച്ചും കൂടി കൂടുതലാണ്. ഇത്തരത്തിലുള്ള മരുന്നുകൾ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർമാർക്ക് അറിയെങ്കിൽ അവർ ആ മരുന്ന് എഴുതില്ല. നിങ്ങൾ അത്തരത്തിലുള്ള ഡോക്ടർമാരെ കാണുന്നത് സ്കിപ്പ് ചെയ്ത് നേരെ ഫാർമസിയിൽ പോയി മരുന്നുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാൻ ചെയ്ത മരുന്നുകൾ കിട്ടാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ചില കണ്ടീഷൻസിന് നല്ലതാണ്, പക്ഷേ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ പ്രോബ്ലംസിനും സെൽഫ് മെഡിക്കേഷൻ റെക്കമെൻഡഡ് അല്ല. ഇവിടെയാണ് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഡോക്ടറെ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണാനോ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി കാണാനോ സമയമില്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഡോഫോഡി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഡോഫോഡിയിലുള്ള ഡോക്ടർമാരെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ കിട്ടാനും പ്രിസ്ക്രിപ്ഷൻ ലഭിക്കാനും നിങ്ങൾക്കും ഡോഫോഡിയിൽ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ 8100771199 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഡോഫോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണാവുന്നതാണ്. ഇനി ലാസ്റ്റ്ലി ബാൻ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൽ ആദ്യത്തേത് നിമിസുലൈഡ് പാരസെറ്റമോളിൻ്റെ ഡിസ്പേഴ്സിബിൾ ടാബ്ലറ്റ് കോമ്പിനേഷനാണ്. നിമിസുലൈഡ് ഒരു വേദന സംഹാരിയാണ്. പാരസെറ്റമോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് മരുന്നും കൂടി ഒരൊറ്റ ടാബ്ലറ്റ് രൂപത്തിൽ വരുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് എമോക്സിസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിൻ്റെയും ബ്രോമെക്സിൻ എന്ന് പറഞ്ഞ ഒരു കഫ് സപ്രസൻറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് ചുമക്കും ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഫോൾക്കോഡിനും പ്രോമെത്താസിൻ്റെയും കോമ്പിനേഷനാണ്. ഈ മരുന്നിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കഫ് സിറപ്പാണ്. ഇതിൽ 5 തരത്തിലുള്ള മരുന്നുകൾ വരുന്നുണ്ട്. ഒന്ന് ക്ലോർഫെനറമിൻ മാലിയേറ്റ് ആണ്. സെട്രിസിൻ പോലത്തെ ഒരു ആൻറ്റി ഹിസ്റ്റമിനാണത്. രണ്ടാമത്തേത് ഡെക്സ്ട്രോമെത്തോർഫാൻ ആണ്. ചുമ കുറയ്ക്കുന്ന ഒരു മരുന്നാണിത്. മൂന്നാമത്തേത് ഗ്വാഫെനിസിനാണ്. നാലാമത്തേത് അമോണിയം ക്ലോറൈഡും. അഞ്ചാമത്തേത് മെൻതോൾ. ഈ കോമ്പിനേഷനിലുള്ള ഓരോരോ മരുന്നുകളല്ല, ഇതിൻ്റെ കോമ്പിനേഷൻ രൂപത്തിനെയാണ് ബാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വീണ്ടും ഓർക്കണം. മറ്റൊരു മരുന്ന് ബാൻ ചെയ്തിട്ടുള്ളതും ഒരു കഫ് സിറപ്പാണ്. ഇതിൻ്റെ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. ക്ലോർഫെനറമിൻ മാലിയേറ്റിൻ്റെയും കോഡീൻ്റെയും കോമ്പിനേഷനാണ്. കൊഡീൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ വർക്ക് ചെയ്ത് ചുമ കുറയ്ക്കുന്ന ഒരു നാർക്കോട്ടിക് കഫ് സപ്രസൻ്റ് ആണ്. കൊഡീനും ക്ലോർഫെനറമിൻ മാലിയേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള സിറപ്പ് കുടിക്കുന്ന സമയത്ത് ഉറക്കം കുറച്ച് കൂടുതലുണ്ടാവാം. കാരണം ഇതിൻ്റെ ഒരു കോമൺ സൈഡ് എഫക്റ്റ് സെഡേഷനാണ്. ക്ലോർഫെനറമിൻ മാലിയേറ്റ് മാത്രമുള്ള ടാബ്ലറ്റ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊന്നും ബാൻ ചെയ്തിട്ടില്ല. കൊഡീൻ അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സും സിറപ്പും ഇപ്പോഴും അവൈലബിൾ ആണ്. അതിനും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ബാൻഡാണ്. മറ്റൊരു കോമ്പിനേഷൻ ബാൻ ചെയ്തതും കഫ് സിറപ്പാണ്. ഇതിൽ അമോണിയം ക്ലോറൈഡ് വരുന്നുണ്ട്, ബ്രോംഹെക്സിൻ ഉണ്ട്, ഡെക്സ്ട്രോമെത്തോർഫാനും ഉണ്ട്. മറ്റൊരു കോമ്പിനേഷൻ ഈ പറഞ്ഞ 3 മരുന്നിൻ്റെ കൂടെ മെൻതോളും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതും ബാൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു മരുന്ന് പനി, ചുമ, ജലദോഷത്തിന് എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ടാബ്ലറ്റാണ്. ഇതും വളരെ പോപ്പുലറാണ്. ഞാൻ മരുന്നിൻ്റെ ബ്രാൻഡൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാരസെറ്റമോളും ഫിനൈലെഫ്രിനും ബ്രോംഹെക്സിൻ, ക്ലോർഫെനറമിൻ മാലിയേറ്റും ഗ്വാഫെനിസിനുമാണ്. അടുത്തത് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു കഫ് സിറപ്പാണ്. സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്നത് ബ്രോങ്കോ ഡയലേറ്ററാണ്. അതായത് നമ്മളുടെ ശ്വാസക്കുഴലിനെ വികസിപ്പിക്കാൻ കഴിവുള്ള ഒരു തരത്തിലുള്ള മരുന്നാണ് സാൽബ്യൂട്ടമോൾ. ആസ്മയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് സാൽബ്യൂട്ടമോൾ ആണ്. പക്ഷേ സാൽബ്യൂട്ടമോളിൻ്റെ കൂടെ ബ്രോമെക്സിനും കൂടി ഉപയോഗിക്കുന്നത് ബാൻഡാണ്. ഇതടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള സിറപ്പ് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തത് അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന 2 മരുന്നുകളാണ്. ഫെനിറ്റോയിനും ഫീനോബാർബിറ്റോൺ സോഡിയം. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അടുത്തതും ചുമക്കും ശ്വാസമുട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമൺ മരുന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് സാൽബ്യൂട്ടമോളും ഹൈഡ്രോക്സി ഈഥൈൽ തിയോഫിലിൻ, ഇതിൻ്റെ മറ്റൊരു പേര് ഇറ്റോഫിലിൻ എന്നാണ്, പിന്നെ ബ്രോംഹെക്സിനുമാണ്. ഈ 14 മരുന്നിൻ്റെയും കംപ്ലീറ്റ് ലിസ്റ്റ് വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രാവശ്യം ഡോക്ടർമാരെ കാണിക്കാതെ മരുന്നുകൾ വാങ്ങിക്കുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം ഓർക്കുക. ഇനി ഡോക്ടർമാരെ കാണിച്ചിട്ട് കിട്ടുന്ന മരുന്നാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മരുന്നിൻ്റെ കോമ്പിനേഷൻ അതിലുണ്ടോ എന്നുള്ള കാര്യം വായിച്ചു നോക്കുക. അത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കുക, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള മരുന്നിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിൽ സാധാരണ രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള മരുന്നിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.